എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഓവർ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും വലിയ അസ്വസ്ഥതയിലേക്ക് തള്ളിയിടുന്ന ഒരു വിഷയമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അതിനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. എന്താണ് ശരിക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി അമിതമായി ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്, അല്ലേ? പലപ്പോഴും ഓവർ തിങ്കിങ്ങിനെ പൊതുവൽക്കരിച്ചുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കാറുള്ളത്. അതായത് എല്ലാ ഓവർ തിങ്കിങ്ങും മോശമാണ് എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മൾ സംസാരിച്ച് കേട്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഓവർ തിങ്കിങ് നമ്മുടെ ജീവിതത്തിലൂടെ രണ്ടവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. അതായത് പോസിറ്റീവായ രീതിയിലുള്ള ഓവർ തിങ്കിങ്ങും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഓവർ തിങ്കിങ്ങും ഉണ്ട്. ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കെല്ലാവർക്കും കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഒരു മോശമായിട്ടുള്ള ഓവർ തിങ്കിങ് ആവുക? അത് നമ്മുടെ ജീവിതത്തിന് നല്ലതല്ലേ? മാത്രവുമല്ല, നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച്, നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരുതരം സന്തോഷമല്ലേ, ഒരുതരം സംതൃപ്തിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓവർ തിങ്കിങ് ഒക്കെ പോസിറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമുക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ബിസിനസ്സിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ചിലപ്പോൾ ഫൈനാൻഷ്യലി നമ്മൾ സെറ്റായിട്ടുണ്ടാവില്ല, എന്നാലും അതിനെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ അത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാമെന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് ആണ്. ഇനി എഴുത്തുകാരിലേക്ക് വന്നാലോ? നമ്മൾ ആലോചിച്ച് നോക്കിയേ, നോവൽ എഴുതുന്നവരാവട്ടെ, കഥ എഴുതുന്നവരാവട്ടെ, കവിത എഴുതുന്നവരാവട്ടെ, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നവരാവട്ടെ, ആരും ആവട്ടെ, ഇവരൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ദിവസങ്ങളോളം അതിൻ്റെ പിന്നാലെ നടക്കുന്ന ആളുകളാണ്. പക്ഷേ അവരതൊക്കെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെയും നമുക്ക് കാണാനുള്ളത് അങ്ങനെയുള്ള ഓവർ തിങ്കിങ് ഒന്നും മോശമായിട്ടുള്ള കാര്യങ്ങളല്ല. അത് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമുക്കൊരു യാത്ര പോകാനുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്, അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളാണ്. അപ്പോൾ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മളെങ്കിൽ എവിടെ പോകണം, എങ്ങനെ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾക്ക് വേണ്ടി റെഡിയാകും, അല്ലേ? അപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ആ ചിന്തകളുടെ ഭാഗമായിട്ട്. അതൊക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് ആയിട്ട് നമുക്ക് കാണേണ്ടി വരും. എന്നാൽ എപ്പോഴാണ് ഇത് നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് ആയിട്ട് മാറുന്നത്? നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മോശമായ രീതിയിൽ സ്വാധീനിക്കുന്നതെല്ലാം, അതായത് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തതെല്ലാം, നമുക്ക് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ അനാവശ്യ അമിതമായ ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് ആണ്, അല്ലേ? നമുക്ക് പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ട്രൈ ചെയ്തു, ജോലികളൊന്നും ശരിയായില്ല. നമ്മുടെ കൂടെയുള്ളവരൊക്കെ മികച്ച രീതിയിൽ ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ആ സമയത്ത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ വളരെ മോശമായി ചിന്തിക്കും, നമുക്ക് ഭാഗ്യമില്ലെന്ന് പറയും, എന്തുകൊണ്ടാണ് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും കിട്ടാതെന്നതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ആത്മവിശ്വാസത്തെ കൂടുതൽ വീക്കാക്കി കൊണ്ടുപോകും, അല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് ആണ്. ഇനി നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ സൗഹൃദത്തിലേക്കോ ഒക്കെ വന്നു കഴിഞ്ഞാലോ? ഇത് തന്നെയാണ് അവസ്ഥ. നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ചൊക്കെ ഓർത്ത് വർഷങ്ങളോളം സങ്കടപ്പെട്ട് കഴിയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും അവരോട് എനിക്ക് മെൻഷൻ ചെയ്ത് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് ഈ ഒരു കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോരുത്. പ്രണയം മോശമായ കാര്യമായതുകൊണ്ടല്ല, നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ച് ഓർത്തൊന്നും ഒരിക്കലും ജീവിതത്തിൽ സങ്കടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയാണ് ഇല്ലാതാക്കി കളയുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ പ്രണയവും സൗഹൃദവും ഒക്കെ മനോഹരമായി നിൽക്കുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയോ? ഈ യുവത്വത്തിൻ്റെ ആദ്യ നാളുകളിലെ, യുവത്വം തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രണയങ്ങളൊക്കെ ഉണ്ടാകുന്നതും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ജീവിതത്തിലെ ദിവസങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജീവിതത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു സമയത്തെയാണ് നിങ്ങൾ നിർജീവമാക്കി കളയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലത്തെ നിങ്ങൾ നിർജീവമാക്കി കളയുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം.
അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ചൊന്നും ഓർത്ത് ഒരിക്കലും അവനവൻ്റെ ജീവിതം ഇല്ലാതാക്കി കളയരുത്. പോയത് പോട്ടെ എന്ന് വെക്കണം. ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു പോയവരെ കുറിച്ച് ഓർത്തിട്ട് എന്തിനാണ് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇനി മക്കളെ കുറിച്ച് ഓർത്ത് ഒരുപാട് അവലാതിപ്പെടുന്ന, ഒരുപാട് അനാവശ്യ ചിന്തകളിലൂടെ ജീവിതത്തെ തള്ളി നിൽക്കുന്ന അച്ഛനമ്മമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ചെറിയ കുട്ടികളായിരിക്കും, സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് പോലും അനാവശ്യമായിട്ട് ഇങ്ങനെ അമിതമായിട്ട് ചിന്തിച്ചു നടക്കുന്ന ആളുകളാണ്. എന്നിട്ട് ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സമയവും വലിയ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ ജീവിച്ച് തള്ളി നിൽക്കുന്ന ഒരുപാട് അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ വളരട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. എന്നിട്ടാണ് എപ്പോഴോ നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നത്. ഇനി ജോലിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പല ആളുകളുടെയും ജോലികൾ വലിയ സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജോലികളായി മാറുന്നുണ്ട്. ഈ ടാർഗറ്റ് ബേസ്ഡ് ജോലികളൊക്കെ ഇല്ലേ, സെയിൽസിലും ബിസിനസ്സിലും മറ്റ് മാർക്കറ്റിംഗ് സെഷനിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം ഓരോ മാസവും ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം ഏറ്റുവാങ്ങുന്നുണ്ട്. ഇത് ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു പോകുന്ന ചിന്തകൾ അനാവശ്യമായിട്ടുള്ള നൂറുകണക്കിന് ചിന്തകളാണ്. ഒരുപക്ഷെ ഈ ജോലിയെ പോലും വെറുത്തു പോകുന്നുണ്ട്. ഈ ജോലി ഇനി എങ്ങനെയാണ് ഒഴിവാക്കുക, ഇതിൽ പെട്ടുപോയല്ലോ, ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് കരകയറിയിട്ട് മറ്റൊന്നിലേക്ക് ചാടിപ്പോകാനാവുക, ജീവിതത്തിൽ ഇനി എപ്പോഴെങ്കിലും മാറ്റം ഉണ്ടാവാൻ പറ്റുമോ, ഇങ്ങനെ ചിന്തിച്ച് ഉറക്കമിളച്ച് ചിന്തിച്ച് ജീവിതത്തെ വലിയ സങ്കടങ്ങളിലേക്ക് തള്ളിയിടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഏതായാലും ഒന്ന് മനസ്സിലാക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ്ങും നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ്ങും ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ്ങിനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് നമ്മുടെ ജീവിതത്തെ വല്ലാതെ സമ്മർദ്ദങ്ങളിലേക്കും വലിയ തകർച്ചകളിലേക്കും തള്ളിയിടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഏറ്റവും കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടത്. അതാദ്യം നമ്മൾ തിരിച്ചറിയാം. ഇനി എങ്ങനെയാണ് ഓവർ തിങ്കിങ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക, അതിജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അല്ലേ? എങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാനാവുന്നത്? സാധാരണയായിട്ട് നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക എല്ലാ ആളുകളും പറയാറുള്ളത്, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആവശ്യത്തിലധികം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബിസി ആവുക എന്നുള്ളതാണ്. എന്നാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറികടക്കാൻ, അല്ലെങ്കിൽ അമിതമായ ചിന്തകളെ മറികടക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബിസി ആവുക എന്ന തിയറിയോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ, അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുമ്പോൾ, നമ്മൾ എത്ര ബിസിയായി കഴിഞ്ഞാലും, എത്ര തിരക്കുള്ള വ്യക്തിയായാലും, ആ തിരക്കുകൾക്കിടയിലേക്ക് നമ്മുടെ ഈ ചിന്തകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ചെയ്യുന്ന കാര്യം പോലും നമുക്ക് ഭംഗിയായി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ സമയവും ഒരു മനുഷ്യന് തിരക്കുള്ള ഒരു വ്യക്തിയാവാൻ സാധിക്കുമോ? നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം നിങ്ങൾ തിരക്കുള്ള വ്യക്തിയാണോ? അല്ല. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളൊക്കെ നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടാവുക. നല്ല ഉറക്കം പോലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ആ ഒരു കാര്യം മാത്രം മതി നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റാൻ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരക്കുള്ളൊരു വ്യക്തിയായതുകൊണ്ട് മാത്രം അനാവശ്യമായ ചിന്തകളെ അതിജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഏതായാലും തോന്നിയിട്ടില്ല. കാരണം നമ്മളിലും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അമിതമായിട്ടുള്ള അനാവശ്യ ചിന്തകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ബിസിയാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അതിനെ അതിജീവിക്കാൻ തിരക്കുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെയൊക്കെ അനുഭവങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. അത് മാത്രവുമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എത്ര വലിയ സന്തോഷങ്ങളെയും ഇല്ലാതാക്കാൻ ആ ചെറിയ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മതിയാവും. കാരണം അത്രയ്ക്കും പവർഫുള്ളാണ് നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള ചിന്തകളേക്കാൾ പവർഫുള്ളാണ് നെഗറ്റീവായ ചിന്തകൾ. അതുകൊണ്ടാണ് പലപ്പോഴും ചെറിയ കാര്യങ്ങളെ പോലും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നത്. ഇവിടെ നമുക്ക് തിരക്കുള്ളൊരു മനുഷ്യനാവുക എന്നുള്ളതല്ല പ്രധാനം. അതിലപ്പുറം സ്വയം തിരിച്ചറിവുകളിലേക്കും ബോധ്യപ്പെടലിലേക്കും നമ്മുടെ മനസ്സിനെ കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും പൊട്ടിച്ചിരിക്കാറില്ല. നമുക്ക് ചിരിക്കാനുള്ളൊരവസരമോ സാഹചര്യമോ അവിടെ ഉണ്ടായാൽ പോലും പൊട്ടിച്ചിരിക്കുന്നതിന് പകരം ഒരു ചെറു പുഞ്ചിരിയിൽ നമ്മളതിനെ ഒതുക്കി നിർത്താറുണ്ട്. എന്തുകൊണ്ടാണ്? അത് സ്വയം തിരിച്ചറിവാണ്, ഒരു ബോധ്യപ്പെടലാണ്. അവിടെ നമ്മൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല എന്ന ബോധ്യപ്പെടൽ. ഈ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതും അങ്ങനെയുള്ള തിരിച്ചറിവുകളാണ്. അമിതമായിട്ടുള്ള അനാവശ്യ ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കുമ്പോൾ, വരിഞ്ഞ് മുറുകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഈ തിരിച്ചറിവാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതിൽ
എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ലാഭമോ ഗുണമോ ഉണ്ടാകുന്നുണ്ടോ? ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട്. ആ ഉത്തരം കൃത്യമായിട്ട് ഇങ്ങനെയായിരിക്കും: ഒരു ലാഭവും ഒരു നേട്ടവും ഉണ്ടാക്കുന്നില്ല എന്ന്, അല്ലെ? ആ ഒരു തിരിച്ചറിവാണ്, ആ ഒരു ബോധ്യപ്പെടലാണ് നമുക്ക് ആവശ്യം. ജീവിതത്തിലെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളെ നമുക്ക് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടത് വൈകാരികമായ പക്വതയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് ഒരു മനുഷ്യന് ഉണ്ടാവേണ്ടത്. കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ, ഒരു പ്രണയം നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ച് അവലാതിപ്പെടുന്നതിന് പകരം, വേവലാതിപ്പെടുന്നതിന് പകരം ഇങ്ങനെ ചിന്തിച്ച് നടന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചിന്തിക്കുക. അതോടൊപ്പം ഇതല്ലല്ലോ ഞാൻ ചിന്തിക്കേണ്ടത് എന്നും, ജീവിതത്തിൽ ഒരാൾ എന്നെ ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ അതല്ല അവർക്കുള്ള മറുപടി എന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അവനവൻ്റേതായിട്ടുള്ള ഒരിടം കണ്ടെത്തുകയും അവനവൻ്റേതായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാക്കുകയും തോൽപ്പിച്ചവർക്ക് എൻ്റെ വിജയമാണ് മറുപടി എന്ന് ചിന്തിക്കുകയും ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴല്ലേ അമിതമായ ചിന്തകളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടൊഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ മഹത്തരമാവണമെന്ന് പറയുന്നത്, ഉയർന്ന നിലവാരത്തിലുള്ളതാവണമെന്ന് പറയുന്നത്, വൈകാരിക പക്വത നേടിയെടുക്കണം എന്ന് പറയുന്നത്. അതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളെ സ്വാധീനിക്കുകയില്ല, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയില്ല, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയില്ല. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടാതെ പോകുമ്പോൾ അവസരങ്ങളുടെ ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക്, ബോധ്യപ്പെടലിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനും അനാവശ്യമായ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കാതിരിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അനാവശ്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ മോശമായ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കുടിയേറി പാർക്കുമ്പോഴും നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുക, ഈ ചിന്തകളൊക്കെ എൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിലാണോ മോശമായ രീതിയിലാണോ സ്വാധീനിക്കുന്നത്? ആ ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിൽ നിന്നാണ് നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറേണ്ടത്. അവിടെയാണ് നമ്മുടെ ജീവിതം ഒരു നല്ല മാറ്റത്തിലേക്ക് വഴിമാറുന്നത്. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളൊക്കെ തന്നെ അനാവശ്യ ചിന്തകളാണെന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. നല്ല ചിന്തകളിലൂടെ ഏത് പ്രശ്നങ്ങൾക്കിടയിലും അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തി, അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.